സ്വപ്നങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വപ്നം കാണുന്നവനെ പോലെ മറ്റാർക്കും വ്യക്തമായി മനസ്സിലാവില്ല. നമ്മുടെ ചുറ്റുമുള്ളവരെ കൺവിൻസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ഇത് പറഞ്ഞു കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിജയിച്ചെന്ന് വരില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് നമ്മുടെ ആ ഒരു പാഷൻ, നമ്മുടെ ആ ഒരു സ്വപ്നത്തിൻ്റെ തീവ്രത മനസ്സിലാവുകയുള്ളൂ. പലരും പറയും ഇത് പ്രാക്ടിക്കൽ അല്ല, ഇത് പോസിബിൾ അല്ല, ഇത് നമ്മൾ വെറുതെ സ്വപ്നം കാണുന്നതാണ് എന്ന് ചുറ്റുമുള്ള പലരും പറയും. നമ്മൾ ആദ്യം ട്രൈ ചെയ്യുമ്പോൾ, നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും തോറ്റു പോവുകയും ചെയ്യും. നമുക്ക് പലപ്പോഴും റിസൾട്ട് കിട്ടില്ല. കുറേ നാൾ നമ്മൾ അലയേണ്ട വരും. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കാതെ പോകുന്ന, നമ്മളാ കാണുന്ന സ്വപ്നത്തെ ഒന്ന് റെസ്പെക്റ്റ് പോലും ചെയ്യാതെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരുപാട് വിഷമമുണ്ട്. ചിലപ്പോൾ നമുക്ക് ഭയങ്കര നിരാശ പോലും ഉണ്ടാകാം. പക്ഷേ അപ്പോഴും നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സന്തോഷ് ജോർജ് കുളങ്ങര സാർ 1997 സഞ്ചാരം യാത്ര തുടങ്ങിയ ശേഷം 4 വർഷം നിരാശയിലും വേദനയിലും കഷ്ടപ്പാടിലും കടന്നുപോയ കഥ പങ്കുവെക്കുന്നുണ്ട്. ഞാൻ സഞ്ചാരം ആരംഭിച്ചത് 1997 നേപ്പാളിലേക്കൊരു യാത്രയോടുകൂടിയാണ്. നേപ്പാളിലേക്കുള്ളൊരു യാത്ര ഒരു പാക്കേജ് ടൂറിൻ്റെ ഭാഗമായിട്ടായിരുന്നു. വിവേകാനന്ദ ട്രാവൽസ് എന്ന കോഴിക്കോട്ടെ ഒരു സ്ഥാപനം നടത്തിയ ടൂറിൽ 6500 രൂപ മാത്രം നൽകി 6500 രൂപയെ അതിന് ചിലവുണ്ടായിരുന്നുള്ളൂ. ട്രെയിനിൽ ഗോരഖ്പൂർ വരെ എത്തി. അവിടെ നിന്ന് ബസ്സിൽ നേപ്പാളിൻ്റെ ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് പൊക്രയിലെത്തി. അവിടെ നിന്ന് ഒരു ചെറിയ വിമാനത്തിൽ, ഒരു ആവ്രോ വിമാനത്തിൽ കാഠ്മണ്ഡുവിലേക്ക് നടത്തി കാഠ്മണ്ഡുവും കണ്ട് തിരിച്ചു വന്നൊരു യാത്ര. ആ യാത്രയുടെ ആദ്യ പാദത്തിൽ ഞാൻ വലിയ സ്വപ്നങ്ങളോടുകൂടിയാണ് യാത്ര ആരംഭിച്ചതെങ്കിൽ, സഞ്ചാരം എന്ന ഒരു ദൃശ്യയാത്രാ വിവരണ പരമ്പര എന്ന ഒരു വലിയ സ്വപ്നം മനസ്സിൽ ഏറ്റിക്കൊണ്ട് ഒറ്റയ്ക്കൊരു കൂറ്റൻ ക്യാമറയുമായി ഇനി എന്താകും ഇതിൻ്റെ വിധി എന്നറിയാതെ ആശങ്കയോടുകൂടി യാത്ര ആരംഭിച്ചപ്പോൾ ഒരു തീർത്ഥാടക സംഘത്തിനൊപ്പം യാത്ര ചെയ്ത് ചിത്രീകരിക്കുക വളരെ ദുഷ്കരമാണ് എന്ന് ഞാൻ ആദ്യത്തെ 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കി. ആ സംഘത്തിലെ പലർക്കും പല സ്വഭാവവിശേഷങ്ങളുള്ളവരാണ്. ചിലർ ഈ കൂറ്റൻ ക്യാമറയെയും എൻ്റെ ചിത്രീകരണ സ്വഭാവത്തെയും ഒക്കെ പരിഹസിക്കുന്നവരായിരുന്നു. ചിലർക്ക് എൻ്റെ സാന്നിധ്യം കൊണ്ട് യാത്രയിലുണ്ടാകുന്ന അസൗകര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ പരാതിപ്പെട്ടിരുന്നു. എന്തുതന്നെയായിരുന്നാലും ഇത്തരമൊരു സംഘത്തിനൊപ്പം യാത്ര ചെയ്ത്, ചുരുങ്ങിയ ചെലവിൽ യാത്ര ചെയ്ത് സഞ്ചാരം പോലൊരു യാത്രാവിവരണ പരമ്പര ചിത്രീകരിക്കൽ അസാധ്യമാണ് എന്ന് ഏതാനും ദിവസങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ആകെ നിരാശനായി. എൻ്റെ ഈ പദ്ധതി, ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് യാത്രാവിവരണം ചിത്രീകരിക്കുക, അതൊരു നിരന്തര പരിപാടിയായി മുന്നോട്ട് കൊണ്ടുപോവുക, അങ്ങനെ ഒരു സ്വപ്നം നടക്കില്ല എന്ന് ഏതാനും ദിവസം കൊണ്ട് എനിക്ക് ബോധ്യമായി. ആ അവസരത്തിലാണ് ഈ യാത്രയുടെ സംഘാടകനായ നരേന്ദ്രൻ എൻ്റെ അടുത്ത് പറയുന്നത്, പൊക്രയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് താങ്കൾക്ക് വേണമെങ്കിൽ ഒരു വിമാനത്തിൽ പറക്കാം. ഒരു ചെറിയ വിമാനം. അവിടുത്തെ എയർപോർട്ടൊക്കെ വളരെ വിശാലമായ എയർപോർട്ടൊന്നുമല്ല. ഞാൻ ഇതിനു മുമ്പ് ഈ കഥകൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് വിവരിക്കുന്നില്ല. അങ്ങനെ നിരാശനായ വിമാനത്തിൽ കയറി ചെല്ലുമ്പോൾ ഒരു വിൻഡോ സീറ്റ് ഞാൻ ആവശ്യപ്പെടുകയും എയർ ഹോസ്റ്റസ് എന്നെ പിടികൂടി പൈലറ്റിനടുത്തേക്ക് എത്തിക്കുകയും കോക്പിറ്റിലിരുന്ന പൈലറ്റ് രത്തൻ ലാമെ എന്ന് അന്ന് എനിക്ക് പേര് മനസ്സിലായ വ്യക്തി കോക്പിറ്റിലിരുന്ന് ചിത്രീകരിക്കാൻ എനിക്ക് അനുമതി നൽകുകയും എനിക്ക് ചിത്രീകരിക്കാൻ സൗകര്യമൊരുക്കുന്നതിന് വിമാനത്തെ അല്പമൊക്കെ ചെരിക്കുകയും വളയ്ക്കുകയും ഒക്കെ ചെയ്ത് ചിത്രീകരണം ആവേശഭരിതമാക്കി തീർത്ത എന്നെ പ്രോത്സാഹിപ്പിച്ച ആ മനുഷ്യനെക്കുറിച്ചൊക്കെ കഥ പറഞ്ഞിരുന്നു. കാഠ്മണ്ഡുവിൽ ചെന്നിറങ്ങുമ്പോൾ അദ്ദേഹം എന്നെ വിമാനത്തിന് മുൻപിൽ ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ എടുത്തിട്ട് ആശംസ നേർന്നു. ഇത് നിങ്ങളുടേതൊരു ഗംഭീര പരിപാടിയായി മാറും, നാളെ ലോകമറിയുന്ന ഒരു പരിപാടിയായി മാറും, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം ഒന്ന് ഫോട്ടോ എടുത്തത്. നാളെ ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും എത്തട്ടെ, എല്ലാ മനുഷ്യരും കാണുന്നൊരു പരിപാടിയായി മാറട്ടെ എന്ന് ആശംസിച്ച് വിട്ട ആ മനുഷ്യൻ്റെ വാക്കുകളിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് വീണ്ടും എന്തു വന്നാലും ഒരു പൈലറ്റിന് ഈ പരിപാടി ഗംഭീരമെന്ന് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നാളെ അറിവുള്ളവർ, വിവരമുള്ളവർ ഈ പരിപാടിയെ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടെ തുടർന്ന് വീണ്ടും പൂർവാധിക ശക്തിയോടെ സഞ്ചാരം തുടരാൻ ഞാൻ തീരുമാനമെടുത്തത്. ഈ കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ രത്തൻ ലാമയെ ഞാൻ പിന്നീട് അടുത്ത വർഷങ്ങളിലൊക്കെ വിസ്മരിച്ചു. കാരണം സഞ്ചാരം ഒരു ദയനീയ പരാജയമായിരുന്നു ആദ്യകാലങ്ങളിൽ. 97 ഞാൻ യാത്ര ആരംഭിച്ചെങ്കിലും 2001 വരെ നീണ്ട 4 വർഷക്കാലം ഒരു ചാനലിനും ഈ പരിപാടി വേണ്ടാതെ എൻ്റെ അലമാരകളിൽ, മറ്റ് ചാനലുകളുടെ അലമാരകളിൽ പ്രിവ്യൂ കൊടുത്ത കാസറ്റുകൾ വിശ്രമിച്ചു. നിരന്തരം ഞാൻ അവരുടെ ഓഫീസുകളിൽ കയറിയിറങ്ങി. പക്ഷേ ആരും ഈ പരിപാടി ഒന്ന് കാണുന്നതിന് പോലും കൂട്ടാക്കിയില്ല. കാരണം അവിശ്വസനീയമായിരുന്നു ഈ പരിപാടി. ലോകരാജ്യങ്ങളിലൂടെ ഒരു മലയാളി ഒറ്റയ്ക്ക് സഞ്ചരിച്ച് യാത്രാവിവരണങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്തതിൽ എല്ലാ ആഴ്ചയും സംപ്രേഷണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നൽകുമെന്ന് പറഞ്ഞാൽ അന്ന് ആരും അത് വിശ്വസിക്കുമായിരുന്നില്ല. ആ അവിശ്വസനീയതയായിരുന്നു അതിൻ്റെ കാരണമെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. ഒടുവിൽ 2001 ഏഷ്യാനെറ്റ് സഞ്ചാരം സംപ്രേഷണത്തിന് അനുമതി നൽകിയെങ്കിലും അതിലൂടെ വരുമാനമൊന്നും ലഭിക്കുന്ന സാധ്യത അപ്പോഴും തെളിഞ്ഞില്ല. അപ്പോഴും എൻ്റെ പരാജയത്തിൻ്റെ കഥകളോർത്ത് ഞാൻ നിരാശനാവുകയാണ് ചെയ്തത്. എൻ്റെ തലവര ഏത് പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങിയാലും പരാജയപ്പെടാനുള്ളതാണല്ലോ എന്ന് നിരാശപ്പെടുകയാണ് ചെയ്തത്. ഇടയ്ക്കൊക്കെ ഞാൻ ഈ രത്തൻ ലാമയെ ഓർക്കും. ആ മനുഷ്യൻ്റെ ആശംസ പോലും ഒരു പരാജയമായി പോയല്ലോ. അദ്ദേഹം ഇത് ഗംഭീര പരിപാടിയാകും,
എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാകും എന്ന് പറഞ്ഞെങ്കിലും ഇതാർക്കും വേണ്ടാത്ത ഒരു പരിപാടിയായി മാറിയല്ലോ എന്ന് ഞാൻ ഏറെക്കാലം നിരാശപ്പെട്ടു. പിന്നീട് ദീർഘകാലം 12 വർഷത്തോളം സഞ്ചാരം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു. അതിനിടയിൽ സഞ്ചാരത്തിൻ്റെ CD-കൾ, പെൻഡ്രൈവുകൾ, DVD-കൾ ഒക്കെ വിൽപ്പനകൾ വർദ്ധിച്ചു. പിന്നീട് കേരളം സ്വീകരിക്കുന്നൊരു പരിപാടിയായി ഇത് വളർന്നു. 2013 സഫാരി എന്ന ചാനലിലേക്ക് അത് എത്തി. സഫാരി ആരംഭിച്ചു കഴിഞ്ഞതോടുകൂടി ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നത്തിലേക്കാണ് നടന്നു കയറിയത്. വളരെ ചെറിയ പ്രായം മുതൽ ഞാൻ ആദ്യമായി പ്രീ ഡിഗ്രി വിദ്യാർത്ഥി എന്ന നിലയിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ദൂരദർശനിലേക്ക് ഒരു പരിപാടി നിർമ്മിക്കുന്നതിന് വേണ്ടി ഞാൻ നടത്തിയ യാത്രയുടെ അന്ന് കണ്ടു തുടങ്ങിയ സ്വപ്നം, ഒരു ടെലിവിഷൻ ചാനൽ എന്ന വലിയ സ്വപ്നം, എനിക്കൊരിക്കലും സാധ്യമാകില്ലെന്ന് ഞാൻ ഒരു കാലത്ത് ചിന്തിച്ചിരുന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമായ ദിവസം അന്ന് രാത്രി ഞാൻ വീണ്ടും രത്തെല്ലാമേ ഓർത്തു. ആ മനുഷ്യൻ തന്ന പ്രചോദനം, ആ മനുഷ്യൻ്റെ വാക്കുകൾ ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഞാൻ ഒരു ടെലിവിഷൻ പരിപാടി മാത്രമല്ല, അതൊരു ടെലിവിഷൻ ചാനലായി മാറിയിരിക്കുന്നു. ഈ കഥ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചുറ്റും നിരാശപ്പെടുത്തുന്നവരുണ്ടാകും, നമ്മളെ മനസ്സിലാക്കാത്തവരുണ്ടാകും, നമ്മൾ പലപ്പോഴും നിരാശയിൽപ്പെട്ട് പോകുന്നുണ്ടാകും. പക്ഷേ അപ്പോഴും നമ്മുടെ സ്വപ്നത്തിൽ ഉറച്ചു വിശ്വസിക്കുക, മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റുള്ളവരുടെ സ്വപ്നത്തെ ബഹുമാനിക്കാൻ കൂടി നമ്മൾ പഠിക്കണം. നമ്മുടെ ചെറിയൊരു വാക്ക് അവരെ പ്രചോദിപ്പിക്കുന്നതാകാം, അവരെ മുമ്പോട്ട് നയിക്കുന്നതാകാം. പലരും തളർത്തുമ്പോൾ അവരെ ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ ആ ഒരു ചെറിയൊരു വാക്ക് മതി. അത് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയം തന്നെയാണ്.